നമ്മൾ ഇന്ന് പുതിയൊരു പൈത്തന്റെ ടോപ്പിക്കുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ ഇന്നത്തെ ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലാംഡ ഫംഗ്ഷനെ കുറിച്ചാണ്. എന്താണ് ലാംഡ ഫംഗ്ഷൻ, ഈ ലാംഡ ഫംഗ്ഷൻ എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അതിനെ കൊണ്ടുള്ള ബെനിഫിറ്റ്സ്, ഈ രീതിയിൽ പിന്നെ ലാംഡ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് കുറച്ച് പ്രോബ്ലംസും നമ്മൾ ഫൈൻഡ് ചെയ്യാം, ചെക്ക് ചെയ്യാൻ പോവാണ്. എന്തൊക്കെയാണ് പ്രോബ്ലംസ്, ഏത് രീതിയിലാണ് നമ്മൾ ലാംഡ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്, ഈ ടൈപ്സ് ഓഫ് പ്രോബ്ലംസ് ആണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അപ്പൊ ഫസ്റ്റ് ഞാൻ ലാംഡ ഫംഗ്ഷൻ എന്താണെന്ന് പറയാം. ലാംഡ ഫംഗ്ഷൻ നമ്മൾ ഫംഗ്ഷൻസ് ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അപ്പൊ ഫംഗ്ഷൻസിലുള്ള ഒരു ടൈപ്പ് ഓഫ് ഫംഗ്ഷൻ ആണ് ലാംഡ ഫംഗ്ഷൻ. ഫംഗ്ഷൻസ് ഏതൊക്കെയാണ്? യൂസർ ഡിഫൈൻ ഫംഗ്ഷൻ ഉണ്ട്, ഇൻബിൽറ്റ് ഫംഗ്ഷൻ ഉണ്ട്, ലാംഡ ഫംഗ്ഷൻ ഉണ്ട്, റിക്കേഴ്സീവ് ഫംഗ്ഷൻ ഉണ്ട്. ഇതൊക്കെ നമ്മൾ ഒരു സെഷനിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. അപ്പൊ ഇന്ന് നമ്മൾ അതിലുള്ള ലാംഡ ഫംഗ്ഷനും ലാംഡ ഫംഗ്ഷനും ഞാൻ ഓൾറെഡി ജസ്റ്റ് ഒരു കവറപ്പ് ചെയ്തതാണ്. അപ്പോൾ ഇതിലെന്ന് വെച്ചാൽ ആ ലാംഡ ഫംഗ്ഷനിൽ എങ്ങനെയാണ് നമ്മൾ ലാംഡ ഫംഗ്ഷൻ ബേസ് ചെയ്തിട്ട് പ്രോഗ്രാമിംഗ് ചെയ്യുന്നത്, അതാണ് നമ്മൾ ഈ ഒരു സെഷനിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് എന്താണ് ലാംഡ ഫംഗ്ഷൻ? അപ്പൊ നമുക്ക് ആദ്യം ഈ ഒരു നോട്ട്ബുക്ക് തന്നെ നമുക്ക് നെയിം ഒക്കെ ചേഞ്ച് ചെയ്യാം. ലാംഡ ഫംഗ്ഷൻ എന്ന് കൊടുക്കാം. ലാംഡ ഫംഗ്ഷൻ. ലാംഡ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഓൾറെഡി പൈത്തണിൽ ഉള്ള ഒരു ഫംഗ്ഷൻ ആണ്. അപ്പോൾ നെക്സ്റ്റ് ഈ ലാംഡ ഫംഗ്ഷൻ യൂസ് ചെയ്യുമ്പോൾ ഫംഗ്ഷൻ യൂസർ ഡിഫൈൻ ഫംഗ്ഷനിൽ നമ്മൾ എന്താണ് ഒരു യൂസർ ഡിഫൈൻ ഫംഗ്ഷന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്? ഫസ്റ്റ് നമ്മൾ ഡെഫ് കീവേഡ്സ് യൂസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യണം. ദെൻ ഫംഗ്ഷൻ നെയിം കൊടുക്കണം, അതിനുള്ളിലേക്ക് പാരാമീറ്റേഴ്സ് ഡിഫൈൻ ചെയ്യണം, ദെൻ കോളൻ ഇട്ട് കൊടുത്ത് നമ്മുടെ ടാസ്ക് എന്താണോ അത് നമ്മൾ റിട്ടേൺ ചെയ്യുന്നു. ഇതുവരെയാണ് ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. അറ്റ് ലാസ്റ്റ് നമ്മൾ ഫംഗ്ഷനെ കോൾ ചെയ്യുന്നു. ഇതാണ് ഒരു യൂസർ ഡിഫൈൻ ഫംഗ്ഷന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്, സിൻടാക്സ്. ബട്ട് ലാംഡ ഫംഗ്ഷന്റെ കേസിൽ എന്ന് വെച്ചാൽ നമുക്ക് ഈ ഫംഗ്ഷൻ ഡെഫ് കീവേഡ്സോ ഫംഗ്ഷൻ നെയിമോ ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് നമുക്ക് വൺ ലൈനിൽ യൂസിങ് ലാംഡ യൂസ് ചെയ്തിട്ട് വൺ ലൈനിൽ നമ്മുടെ പ്രോഗ്രാമിംഗ് ചെയ്യാൻ പറ്റും. അതിനു വേണ്ടിയിട്ടാണ് ലാംഡ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഫസ്റ്റ് ലാംഡ ഫംഗ്ഷൻ എന്താണെന്ന് ഞാൻ ഡെഫിനിഷൻ പറയാം. അപ്പൊ ആദ്യം നമുക്കിവിടെ ലാംഡ ഫംഗ്ഷൻ എന്ന് ടൈറ്റിൽ കൊടുത്തു. ദെൻ ഇവിടെ ലാംഡ ഫംഗ്ഷനിലെ ലാംഡ ഫംഗ്ഷൻ. ഓക്കെ, ദെൻ ലാംഡ ഫംഗ്ഷന്റെ ഡെഫിനിഷൻ. ലാംഡ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എ ലാംഡ ഫംഗ്ഷൻ ഈസ് എ സ്മോൾ അനോണിമസ് ഫംഗ്ഷൻ ഇൻ പൈത്തൺ. അതായത് പൈത്തണിൽ ഒരു സ്മോളും അനോണിമസ് ഫംഗ്ഷൻ ആണ്. എന്തുകൊണ്ടാണ് അനോണിമസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്? ഈ അനോണിമസ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ ഫംഗ്ഷൻ നെയിമോ ഒന്നും കൊടുക്കുന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ അനോണിമസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഡെഫിനേഷൻ എന്ന് പറയുന്നത് എ ലാംഡ ഫംഗ്ഷൻ ഈസ് എ സ്മോൾ anonymous function in Python. It does not have a name. Okay. The next point എന്ന് പറയുന്നത് it is used when you need a short function for a short time. നമുക്ക് പെട്ടെന്ന് ഒരു ഫംഗ്ഷനെ ഷോർട്ട് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലാംഡ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മൾ യൂസർ ഡിഫൈൻ ഫംഗ്ഷന്റെ ഒരു സ്ട്രക്ചർ തന്നെ ഉണ്ട്. അപ്പൊ ഈ ലാംഡ ഫംഗ്ഷൻ യൂസ് ചെയ്യുമ്പോൾ അതിന്റെ ഒന്നും ആവശ്യം നമുക്കില്ല. ജസ്റ്റ് ലാംഡ യൂസ് ചെയ്ത് നമുക്ക് ആ ഫംഗ്ഷനെ ഷോർട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ അതും കൂടി നമുക്ക് ഇവിടെ പോയിന്റ് ഇൻക്ലൂഡ് ചെയ്യാം. ഇറ്റ് ഈസ് യൂസ്ഡ് വെൻ നീഡ് എ ഷോർട്ട് ഫംഗ്ഷൻ for a short time. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മൾ ലാംഡ ഫംഗ്ഷന്റെ പോയിന്റ് വൈസിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്, ഡെഫിനിഷൻ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. എ ലാംഡ ഫംഗ്ഷൻ ഈസ് എ സ്മോൾ അനോണിമസ് ഫംഗ്ഷൻ ഇൻ പൈത്തൺ. ഇറ്റ് ഡസ് നോട്ട് ഹാവ് എ നെയിം. അതിന് നെയിം ഫംഗ്ഷൻ നെയിം ഒന്നും നമ്മൾ കൊടുക്കുന്നില്ല. ഇറ്റ് ഈസ് യൂസ്ഡ് വെൻ യു നീഡ് എ ഷോർട്ട് ഫംഗ്ഷൻ ഫോർ എ ഷോർട്ട് ടൈം. ഓക്കെ, അപ്പൊ ഡെഫിനിഷൻ ക്ലിയർ ആയെന്ന് കരുതുന്നു. നമുക്ക് ഇനി ഇതിന്റെ സിൻടാക്സ് നോക്കാം. എന്താണ് സിൻടാക്സ് എന്നുള്ളത്? അപ്പൊ ഇതിന്റെ സിൻടാക്സ് എന്ന് പറയുന്നത് നമുക്ക് മാർക്ക് ഡൗണിൽ തന്നെ ടൈപ്പ് ചെയ്യാം. സിൻടാക്സ്
നമ്മൾ ലാംഡ യൂസ് ചെയ്യുന്നു, ദെൻ ആർഗ്യുമെന്റ്സ് കൊടുക്കുന്നു, കോളൻ ഇടുന്നു, നമ്മുടെ എക്സ്പ്രഷൻ കൊടുക്കുന്നു. അപ്പൊ ഇതാണ് ലാംഡ ഫംഗ്ഷന്റെ സിൻടാക്സ് എന്ന് പറയുന്നത്. ലാംഡ യൂസ് ചെയ്ത് ആർഗ്യുമെന്റ്സ് കൊടുക്കുന്നു, ദെൻ എക്സ്പ്രഷൻ കൊടുക്കുന്നു. അപ്പൊ ഫസ്റ്റ് ഇത്ര വരെ ലാംഡ ഫംഗ്ഷൻ എന്താണെന്ന് ക്ലിയർ ആയെന്ന് കരുതുന്നു. നമുക്ക് ഇനി പ്രോബ്ലംസിലേക്ക് നോക്കാം. പ്രോബ്ലംസ് ഡീൽ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും എന്താണ് ലാംഡ ഫംഗ്ഷൻ എന്നുള്ളത്. അപ്പൊ നെക്സ്റ്റ് ഫസ്റ്റ് പ്രോബ്ലം, ആഡ് 10 to a numbers. അതാണ് ഞാൻ ഫസ്റ്റ് ഇവിടെ ചെയ്യാൻ പോകുന്ന പ്രോബ്ലം. ആഡ് 10 to a number. അപ്പൊ ഈ 10 എനിക്കൊരു നമ്പറിന്റെ കൂടെ 10 ആഡ് ചെയ്യണം. അതാണ് എന്റെ ഫസ്റ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത്, ഫസ്റ്റ് പ്രോബ്ലം. അപ്പൊ ഈ ക്വസ്റ്റിന് ഞാൻ പ്രോബ്ലം ചെയ്യുന്നതിന് മുന്നേ ഞാൻ ആദ്യം യൂസർ ഡിഫൈൻ ഫംഗ്ഷൻ വെച്ചിട്ട് നമ്മൾ എങ്ങനെയായിരുന്നു ചെയ്യല് എന്ന് നോക്കാം. അപ്പൊ അതിനുശേഷം ലാംഡ ഫംഗ്ഷൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നമുക്ക് ആ ഡിഫറൻസ് മനസ്സിലാവും, ഏത് രീതിയിലാണ് ഇതിന്റെ ഡിഫറൻസ് എന്നുള്ള രീതിയിൽ. അപ്പൊ നമുക്ക് ഫസ്റ്റ് എന്താ, യൂസർ ഡിഫൈൻ ഫംഗ്ഷൻ വെച്ചിട്ട് ഈ ഒരു പ്രോഗ്രാമിംഗ് ചെയ്ത് നോക്കാം. അപ്പൊ യൂസർ ഡിഫൈൻ ഫംഗ്ഷൻ വെച്ച് നോക്കുമ്പോൾ നമ്മൾ എന്താ, ഫസ്റ്റ് ഡെഫ് കീവേഡ്സ് വെച്ച് സ്റ്റാർട്ട് ചെയ്യണം. ഡെഫ് കീവേഡ്സ് വെച്ച് സ്റ്റാർട്ട് ചെയ്തു, ദെൻ ഒരു ഫംഗ്ഷൻ നെയിം ഡിഫൈൻ ചെയ്യണം. ഇവിടെ ഇപ്പം ആഡ് 10 to a numbers അല്ലേ, അപ്പൊ ഞാൻ ജസ്റ്റ് ആഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫംഗ്ഷൻ നെയിം അവിടെ ഡിഫൈൻ ചെയ്തു. അതിൻ്റെ ഉള്ളിലേക്ക് പാരാമീറ്റേഴ്സ് ഡിഫൈൻ ചെയ്യണം. ഈ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് ഒരു വേരിയബിൾ അല്ലേ വേണ്ടു. അപ്പോൾ ആ ഒരു വേരിയബിൾ എക്സ് എന്നുള്ള രീതിയിൽ ഞാൻ പാരാമീറ്ററും ഡിഫൈൻ ചെയ്തു. അതിനുശേഷം കോളൻ ഇടുന്നു. ദെൻ നമുക്ക് എന്താണോ ഫംഗ്ഷൻ ചെയ്യേണ്ടത്, ഇവിടെ എന്താ ചെയ്യേണ്ടത്, 10 ആഡ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ ആ ഫംഗ്ഷൻ റിട്ടേൺ എന്താ, ഇവിടെ എക്സ് പ്ലസ് 10. അപ്പോൾ നമ്മുടെ ഫംഗ്ഷൻ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഫസ്റ്റ് ഡെഫ് കീവേഡ് യൂസ് ചെയ്ത് ആഡ് ഫംഗ്ഷൻ നെയിം, ദെൻ പാരാമീറ്റേഴ്സ് ഡിഫൈൻ ചെയ്തു, കോളൻ ഇട്ട് കൊടുത്തു, റിട്ടേണിൽ നമ്മുടെ ടാസ്ക് അവിടെ ഡിഫൈൻ ചെയ്തു. എക്സ് പ്ലസ് 10 ആണ് എനിക്ക് ചെയ്യേണ്ടത്, എക്സിന്റെ കൂടെ 10 ആഡ് ചെയ്യണം. നമ്മുടെ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഒരു ഫംഗ്ഷനിലെ ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്, ആ ഫംഗ്ഷനെ കോൾ ചെയ്യണം. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ആ ഫംഗ്ഷനെ കോൾ ചെയ്യാനാണ് പോകുന്നത്. അപ്പൊ ഇവിടെ എന്താ, എങ്ങനെയാ ഒരു ഫംഗ്ഷനെ കോൾ ചെയ്യാം, അതിൻ്റെ ഉള്ളിലെ പാരാമീറ്റേഴ്സിന്റെ കൂടെ നമ്മളെ വാല്യൂസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ എക്സ് ഓഫ് 5 കൊടുത്തു. അപ്പൊ നമുക്കിനി റൺ ചെയ്ത് നോക്കാം. ആക്ച്വലി ഇവിടെ എറർ എന്ന് പറയുന്നത് എക്സ് ഈസ് നോട്ട് ഡിഫൈൻ എന്നാണ് കാണിച്ചിട്ടുള്ളത്. അപ്പൊ എൻ്റെ എക്സ് രണ്ടും ഡിഫറെന്റ് ആണെന്ന് തോന്നുന്നു. അപ്പൊ നമുക്ക് എന്താ, ഈ എക്സ് ക്യാപിറ്റൽ ആക്കി കൊടുക്കാം. ഓക്കെ ഓക്കെ, ഇവിടെയാണ് മിസ്റ്റേക്ക് വന്നിട്ടുള്ളത്. ഓക്കെ, ജസ്റ്റ് ഒന്നുകൂടി ഞാൻ ചെക്ക് ചെയ്ത് നോക്കട്ടെ എന്താ മിസ്റ്റേക്ക് എന്ന്. ഫസ്റ്റ് നമ്മൾ ഡെഫ് കീവേഡ്സ് യൂസ് ചെയ്തു, ദെൻ ആഡ് ഓഫ് ചെയ്തു, അതിൻ്റെ ഉള്ളിലേക്ക് എക്സ് എന്ന വേരിയബിൾ ഡിഫൈൻ ചെയ്തു, കോളൻ ഇട്ടു, ദെൻ റിട്ടേൺ എക്സ് പ്ലസ് 10. ഈ എക്സിന്റെ കൂടെ നമുക്ക് 10 ആഡ് ചെയ്യണം. അപ്പൊ അതും നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് നമ്മൾ എന്താ, ഈ ഫംഗ്ഷനെ കോൾ ചെയ്യണം. അപ്പോൾ ഓക്കെ ഓക്കെ, ഇവിടെ എന്താ മിസ്റ്റേക്ക് വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ നമ്മൾ കോൾ ചെയ്യുമ്പോൾ എപ്പോഴും ഫംഗ്ഷൻ നെയിമിന്റെ കൂടെയാണ് കോൾ ചെയ്യേണ്ടത്. ആഡ് ഓഫ് ഫംഗ്ഷൻ നെയിം, അതിൻ്റെ ഉള്ളിലാണ് വാല്യൂസ് ഇട്ട് കൊടുക്കേണ്ടത്. ഓക്കെ, അത് ബൈ മിസ്റ്റേക്ക് ആയിരുന്നു. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഫംഗ്ഷന്റെ ഈ മിസ്റ്റേക്സിലൂടെയാണ് നമ്മൾ എറർ കിട്ടുമ്പോഴാണ് നമ്മൾ കുറച്ചുകൂടി പഠിക്കുക. അപ്പൊ ഈ ഒരു കേസിൽ എന്ന് വെച്ചാൽ എപ്പോഴും കോൾ ചെയ്യുമ്പോൾ നമ്മൾ ഫംഗ്ഷൻ നെയിം ആണ് കൊടുക്കേണ്ടത്. അപ്പൊ ഞാനിവിടെ ബൈ മിസ്റ്റേക്ക് എക്സ് ഓഫ് എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തത്. അപ്പൊ അതുകൊണ്ടാണ് എറർ ആയിട്ട് ഷോ ചെയ്തത്. അപ്പൊ നമ്മൾ ഇവിടെ ഫംഗ്ഷൻ നെയിം കൊടുത്തപ്പോൾ കറക്റ്റ് ആയി. ഇനി ഈ കേസിലും നമുക്ക് ജസ്റ്റ് ഫംഗ്ഷൻ നെയിം ജസ്റ്റ് വാല്യൂസ് കൊടുത്തു. ഇപ്പൊ 20 കിട്ടി. അപ്പൊ ഈ രീതിയിലാണ് നമ്മൾ ഒരു യൂസർ ഡിഫൈൻ ഫംഗ്ഷൻ ചെയ്യുന്നത്. ഇനി ഈ യൂസർ ഡിഫൈൻ ഫംഗ്ഷനെ നമുക്കൊന്ന് ലാംഡ ഫംഗ്ഷനിലേക്ക് കൺവേർട്ട് ചെയ്ത് നോക്കാം എന്താ ചെയ്യാന്ന്. അപ്പൊ ലാംഡ ഫംഗ്ഷനിൽ എന്ന് വെച്ചാൽ ഫസ്റ്റ് എന്താ, എക്സ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് ഒരു വേരിയബിളിനെ ഡിഫൈൻ ചെയ്യാം. എക്സ് ഈക്വൽ ടു ഞാൻ ഡിഫൈൻ ചെയ്തു. ദെൻ എന്താണ്, ഇവിടെ ലാംഡ യൂസ് ചെയ്യണം. ലാംഡ, ഇപ്പൊ ലാംഡ ഡിഫൈൻ ചെയ്തു, ദെൻ എ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നു, എ കോളൻ,
എന്താ ചെയ്യേണ്ടത്? എ പ്ലസ് 10 അല്ലെ എക്സ് തന്നെ കൊടുക്കാം. എ കോളൻ കൊടുക്കാം. എ കോളൻ എ പ്ലസ് 10. അപ്പൊ ഞാൻ വൺ ലൈനിൽ കംപ്ലീറ്റ് ടാസ്ക് ഡിഫൈൻ ചെയ്തിരിക്കുകയാണ്. ലാംഡ ദെൻ എ കോളൻ എ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ലാംഡ ആർഗ്യുമെന്റ്സ് കൊടുത്തു. നെക്സ്റ്റ് നമ്മൾ എക്സ്പ്രഷൻ കൊടുത്തു. ഇനി എന്താ ചെയ്യേണ്ടത്? പ്രിന്റ് ചെയ്യണം. പ്രിന്റ് ഓഫ് ഈ എക്സിന്റെ ഉള്ളിൽ, അതായത് നമ്മുടെ വേരിയബിൾ നെയിം എക്സ് അല്ലേ, എക്സ് ഓഫ് 5 കൊടുത്തു. നമുക്ക് റൺ ചെയ്യുമ്പോൾ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായോ? അതായത് നമ്മൾ യൂസർ ഡിഫൈൻ ഫംഗ്ഷനിൽ ഡെഫ് കീവേഡ്സ് യൂസ് ചെയ്തിട്ടും ഫംഗ്ഷൻ നെയിം ക്രിയേറ്റ് ചെയ്തിട്ടും റിട്ടേൺ യൂസ് ചെയ്തിട്ടും ഒക്കെയാണ് നമ്മളൊരു ഫംഗ്ഷൻ ചെയ്തിട്ടുള്ളത്. എന്നാൽ ലാംഡ ഫംഗ്ഷനിലോ നമ്മൾ വൺ ലൈനിൽ ഒരു വേരിയബിൾ ഡിഫൈൻ ചെയ്തു, ലാംഡ എന്ന് പറഞ്ഞ കീവേഡ്സ് യൂസ് ചെയ്തു, ദെൻ ജസ്റ്റ് നമ്മൾ ടാസ്ക് കൊടുത്തു, ദെൻ പ്രിന്റ് ചെയ്തു. അപ്പൊ നമുക്ക് ഔട്ട്പുട്ട് കിട്ടി. അപ്പൊ ഇതാണ് ലാംഡ ഫംഗ്ഷനും യൂസർ ഡിഫൈൻ ഫംഗ്ഷനും തമ്മിലുള്ള ഡിഫറൻസ്. ഇത് നമുക്ക് ഷോർട്ട് ആയിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് പ്രോബ്ലംസ് നോക്കാം ലാംഡ ഫംഗ്ഷൻ ബേസ് ചെയ്തിട്ടുള്ള. ഓക്കെ, ഇനി നെക്സ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. മൾട്ടിപ്ലൈ ടു നമ്പേഴ്സ്. ഓക്കെ, അപ്പൊ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് രണ്ട് വേരിയബിൾസ് വേണ്ടി വിടാം. അപ്പൊ ആദ്യം ഞാനൊരു വേരിയബിൾ ഡിഫൈൻ ചെയ്തു, മൾട്ടിപ്ലിക്കേഷൻ ആയതുകൊണ്ട് മൾട്ട് എന്ന് പറഞ്ഞു കൊടുത്തു. ദെൻ മൾട്ട് ഓഫ്, ദെൻ നെക്സ്റ്റ് എന്താ വേണ്ടത്? ലാംഡ എന്ന് പറഞ്ഞ കീവേഡ്സ് യൂസ് ചെയ്യണം, സ്റ്റാർട്ട് ചെയ്യണം. ലാംഡ, അപ്പൊ ലാംഡ സ്റ്റാർട്ട് ചെയ്തു. ദെൻ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആയതുകൊണ്ട് 2 വേരിയബിൾസ് ഉണ്ടാവും. അപ്പൊ എക്സ് വൈ കോളൻ, ഇനി നമ്മൾ എന്താണോ ചെയ്യേണ്ടത് അത് കൊടുക്കുന്നത്, എക്സ് ഇൻറ്റു വൈ. നെക്സ്റ്റ് എന്താ? പ്രിന്റ് ചെയ്യണം. പ്രിന്റ് ഓഫ് മൾട്ടാണ് നമ്മുടെ വേരിയബിൾ നെയിംസ്, അതിൻ്റെ ഉള്ളിലേക്ക് എക്സിന്റെയും വൈന്റെയും വാല്യൂസ് കൊടുക്കാം. ഞാൻ കൊടുത്തു. നമുക്ക് ഔട്ട്പുട്ട് ചെക്ക് ചെയ്യാം കറക്റ്റ് ആണോ എന്നുള്ളത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ ഔട്ട്പുട്ട് നോക്കുമ്പോൾ ഓക്കെ, അപ്പൊ നമുക്ക് ഔട്ട്പുട്ട് നോക്കാം. ഔട്ട്പുട്ട് നോക്കുമ്പോൾ നമുക്ക് ഇവിടെ എന്താ വരുന്നത് നോക്കാം. അപ്പൊ ആക്ച്വലി ഓക്കെ, അപ്പൊ നമ്മുടെ ഔട്ട്പുട്ടില് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഫൈൻഡ് ചെയ്യാൻ പറ്റും 60 ആണ് നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടിയിട്ടുള്ളത്. അപ്പൊ രണ്ട് വാല്യൂസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6,10 എന്ന് പറയുമ്പോൾ 60 ആണ്. അപ്പൊ ലാംഡ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് നമ്മളിത് വൺ ലൈനിൽ ജസ്റ്റ് ഡിഫൈൻ ചെയ്യാണ് ചെയ്തത്. ഇനി നമുക്ക് ആഡ് ടു നമ്പേഴ്സ്, രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യുന്ന പ്രോബ്ലം നോക്കാം. ആഡ് ടു നമ്പേഴ്സ്. ദെൻ ആഡ് ടു നമ്പേഴ്സിൽ ഫസ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ ആഡ് എന്ന് പറഞ്ഞിട്ട് ഡിഫൈൻ ചെയ്യണം. add equal to then lambda then x comma y equal to colon x plus y. then x plus y കൊടുത്തതിന് ശേഷം ജസ്റ്റ് പ്രിന്റ് ചെയ്യുന്നു. പ്രിന്റ് ഓഫ് add then 4,7. നമുക്ക് റൺ ചെയ്യുമ്പോൾ ആ രണ്ട് വാല്യൂസും ആഡ് ചെയ്തിട്ടുള്ള കിട്ടും. ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു പ്രോബ്ലം, ചെക്ക് ഇഫ് എ നമ്പർ ഈസ് ഈവൺ. നമ്പർ ഈവൺ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. നെക്സ്റ്റ് ചെക്ക് ഇഫ് എ നമ്പർ ഈസ് ഈവൺ. ഓക്കെ, ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത്? നമ്മളൊരു നെയിം ഡിഫൈൻ ചെയ്യണം. നമുക്ക് ഈസ് ഈവൺ തന്നെ നെയിം കൊടുക്കാം. ഈസ് ഈവൺ ഈക്വൽ ടു ദെൻ ലാംഡ ഓഫ് എക്സ് എക്സ്. അപ്പൊ നമ്മൾ ഈവൺ ആണോ എന്ന് ചെക്ക് ചെയ്യുക എങ്ങനെയാ? നമ്മൾ റിമൈൻഡേഴ്സ് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡേഴ്സ് 0 ആണെങ്കിൽ അത് ഈവൺ എന്നുള്ള രീതിയിൽ പറയാം. അപ്പൊ ആ ഒരു കണ്ടീഷനാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. എക്സ് %2 ഈക്വൽ ടു 0. അങ്ങനെയാണെങ്കിൽ ഇത് എന്താ പ്രിന്റ് ചെയ്യേണ്ടത്? പ്രിന്റ് ഓഫ് ഈസ് ഈവൺ ഓഫ് ദെൻ നമുക്കൊരു വാല്യൂസ് 10 കൊടുത്തു നോക്കാം. അപ്പൊ നമുക്ക് ഔട്ട്പുട്ട് എന്താ? ട്രൂ എന്നുള്ള രീതിയിൽ കിട്ടി. അതായത് എന്താ കൊടുത്തിട്ടുള്ളത്? ഈസ് ഈവൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേരിയബിൾ ഡിഫൈൻ ചെയ്തു, ദെൻ ലാംഡ കൊടുത്തു. ആ ലാംഡയിൽ എക്സ് എന്ന് പറയുന്നത് മോഡുലസ് 2, എക്സിന്റെ റിമൈൻഡർ 0 ആണെങ്കിൽ
അത് ഈവൺ ആയിട്ട് നമുക്ക് ഷോ ചെയ്യും, ട്രൂ ആയിരിക്കും. അല്ലെങ്കിൽ എന്താ, ഫോൾസ് ആയിരിക്കും നമുക്ക് കിട്ടേണ്ടത്. നമുക്കിവിടെ അനദർ വാല്യൂസ് കൊടുത്തു നോക്കാം, നമുക്കൊരു ഓഡ് നമ്പേഴ്സ് കൊടുത്തു നോക്കാം, എന്താ കിട്ടുക. അപ്പൊ കണ്ട ഫോൾസ് എന്നുള്ള രീതിയിൽ കിട്ടി. അപ്പൊ ഇതാണ് ചെക്ക് ഇഫ് എ നമ്പർ ഈസ് ഈവൺ എന്നുള്ള പ്രോബ്ലം നമ്മൾ ലാംഡ ബേസ് ചെയ്ത് ചെയ്യുന്നത്. നമുക്ക് ലാസ്റ്റ് ഒന്നും കൂടി നോക്കി നോക്കാം ഒരു പ്രോബ്ലം. ഫൈൻഡ് ദ മാക്സിമം ഓഫ് ടു നമ്പേഴ്സ്. ഒരു രണ്ട് നമ്പേഴ്സിൽ ഏതാണ് മാക്സിമം എന്നുള്ള രീതിയിൽ നോക്കാം നമുക്ക്. ഫൈൻഡ് ദ മാക്സിമം ഓഫ് ടു നമ്പേഴ്സ്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് എന്താ, ഫസ്റ്റ് നമ്മൾ ഒരു വേരിയബിൾ ഡിഫൈൻ ചെയ്തു, മാക്സ് എന്ന് പറഞ്ഞതിന് കൊടുക്കാം. ദെൻ ലാംഡ എ കൊമ ബി, ടു വേരിയബിൾസ് ഉള്ളത് കൊണ്ട് തന്നെ രണ്ട് വേരിയബിൾസിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നു. ദെൻ കോളൻ ഇട്ട് കൊടുത്തു. അപ്പൊ ഫസ്റ്റ് നെക്സ്റ്റ് നമുക്ക് കണ്ടീഷൻ കൊടുക്കണം, ഏത് വേരിയബിൾ ആണ് മാക്സിമം എന്നുള്ളത്. അപ്പൊ എന്താ കൊടുക്കണ്ടേ, ഫസ്റ്റ് എ ആണ് മാക്സിമം എങ്കിൽ അവിടെ കണ്ടീഷൻ എ ഇഫ് എ ഗ്രേറ്റർ ദാൻ ബി, എ ആയിരിക്കും ഗ്രേറ്റർ ദാൻ, എൽസ് നമുക്ക് ബി എന്നുള്ള രീതിയിൽ പ്രിന്റ് ചെയ്യാം. അപ്പൊ ആ വൺ ലൈനിൽ തന്നെ നമ്മൾ ഈഫ് കണ്ടീഷൻ യൂസ് ചെയ്ത് കൊടുത്തു. ഇപ്പൊ മാക്സിമം ഈക്വൽ ടു ലാംഡ എ കൊമ ബി, എ ആണ് വലുത് എന്നുള്ള രീതിയിൽ നമുക്ക് പ്രിന്റ് ചെയ്യണ്ടെങ്കിൽ ഈഫ് യൂസ് ചെയ്തിട്ട് എ ഗ്രേറ്റർ ദാൻ ബി, എ ഗ്രേറ്റർ ദാൻ ബി ആണെങ്കിൽ എ പ്രിന്റ് ചെയ്യണം, എൽസ് ബി ആയിരിക്കണം. അപ്പൊ നെക്സ്റ്റ് നമുക്ക് പ്രിന്റ് ഓഫ് മാക്സ് ഓഫ് 10,5 കൊടുത്തോക്കാം, ഏതാ വലുത്. അപ്പൊ 10 ആണ് മാക്സിമം, എ ആണ് മാക്സിമം. ഈഫ് കണ്ടീഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ലാസ്റ്റ് ഒരു പ്രോബ്ലം കൂടി നോക്കാം. ഒരു സ്ട്രിങ്ങിനെ റിവേഴ്സ് ചെയ്യുന്ന ഒരു പ്രോബ്ലം കൂടി നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. റിവേഴ്സ് എ സ്ട്രിങ്. ഓക്കെ, അപ്പൊ ഈ റിവേഴ്സ് എ സ്ട്രിങ്ങിൽ എന്താ, നമുക്ക് ഫസ്റ്റ് വേരിയബിൾ ആയിട്ട് റിവേഴ്സ് എന്ന് കൊടുക്കാം. റിവേഴ്സ് ദെൻ ഈക്വൽ ടു ലാംഡ, ലാംഡ ഓഫ് എസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ സ്ട്രിങ്ങിനെ ഇതിനെ ഡിഫൈൻ ചെയ്തു. ദെൻ ഒരു സ്ട്രിങ് റിവേഴ്സ് ചെയ്യാൻ നമ്മൾ എന്താ കൊടുക്കേണ്ടത്, എസ് ഓഫ് ഇൻഡെക്സിൽ സ്റ്റാർട്ടിലും സ്റ്റോപ്പിലും നമ്മൾ ഒന്നും കൊടുക്കുന്നില്ല. ദെൻ -1. അപ്പൊ നമ്മുടെ സ്ട്രിങ് എന്തോ റിവേഴ്സ് ആയിട്ട് നമുക്ക് പ്രിന്റ് ചെയ്ത് തരും ഈ ഒരു രീതിയിൽ കൊടുക്കുമ്പോൾ. ഇനി നമുക്ക് ഇതിന് പ്രിന്റ് ഓഫ് റിവേഴ്സ് കൊടുക്കാം, പ്രിന്റ് ഓഫ് റിവേഴ്സ്. ഇനി നമുക്ക് ഇതിന്റെ ഉള്ളിൽ എന്താണോ സ്ട്രിങ് കൊടുക്കേണ്ടത് അത് കൊടുക്കാം. ഇവിടെ ഇപ്പൊ ഞാൻ പൈത്തൺ എന്ന് കൊടുത്തു. അപ്പൊ നമുക്കത് റൺ ചെയ്ത് നോക്കാം. വേണ്ട, പൈത്തൺ റിവേഴ്സ് ആയിട്ട് നമുക്ക് ഔട്ട്പുട്ട് കിട്ടി. അപ്പൊ ഇന്നത്തെ സെഷനിൽ ഞാൻ ഇത്രയാണ് ലാംഡ ഫംഗ്ഷൻ എന്താണെന്നുള്ള രീതിയിലാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ലാംഡ ഫംഗ്ഷന്റെ കുറച്ച് പ്രോബ്ലംസും. അപ്പൊ ഫസ്റ്റ് ലാംഡ ഫംഗ്ഷൻ എന്താണ്, ലാംഡ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു സ്മോൾ അനോണിമസ് ഫംഗ്ഷൻ ആണ്. നമ്മൾ യൂസർ ഡിഫൈൻ ഫംഗ്ഷൻ പോലെ ഫംഗ്ഷൻ നെയിമും ഒന്നും ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ഒരു ഷോർട്ട് ആയിട്ട് നമുക്ക് വൺ ലൈനിൽ ആൻസേഴ്സ് കിട്ടും. അതിനാണ് നമ്മൾ ലാംഡ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. ഇനി ലാംഡ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് കുറച്ച് പ്രോബ്ലംസ് നമ്മൾ എങ്ങനെയാണ് ലാംഡ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത് വിത്ത് എക്സാമ്പിളും നോക്കി.